അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മുസ്തഫ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിലെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിലെ ഒരു റിവായത്ത് ഇങ്ങനെയാണ്. അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ ജാഅത് ഇംറാഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്നി വഹബതു ലക മിൻ നഫ്സി ഫഖാല റജുലുൻ സവ്വിജ്നിഹാ ഖാല ഖദ് സവ്വജ്തുഹാ ഖദ് സവ്വജ്നാകഹാ ബിമാ മഅക മിനൽ ഖുർആൻ എന്നാണ്. സഹ്ൽ ബിൻ സഅദ് പ്രസിദ്ധ സഹാബിയാണ്. അദ്ദേഹം പറയാണ്, ഒരു സ്ത്രീ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നി വഹബത്തു ലക മിൻ നഫ്സി, ഞാൻ എന്നെ അങ്ങേക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അപ്പോൾ കാല റജുലൻ സവ്വിജ്നിഹ, അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ സ്വീകരിക്കാൻ സന്നദ്ധമാവാതെ വന്നില്ല എന്ന് മറ്റ് ഹദീസുകളിലുണ്ട്. അത് നമ്മൾക്ക് പിന്നീട് പറയാം. അപ്പോൾ അത് നബിയുടെ ഈ സമീപനം മനസ്സിലാക്കിയ ഒരാൾ, സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു, സവ്വിജ്നിഹ, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സവ്വജ്നാകഹ ബിമാ മഅക മിനൽ ഖുർആൻ, താങ്കളുടെ കയ്യിലുള്ള ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ നാം അവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ഇവിടെ വഹബത്ത് ലക മിൻ നഫ്സി എന്ന് പറഞ്ഞിടത്താണ് മുസ്തഫ ഒന്ന് പിടികൂടിയിട്ടുള്ളത്. ഈ ഹദീസ് ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, നസായി, തിർമിദി, അബൂദാവൂദ്, അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങി ഹദീസ് വിശാരദന്മാരായിട്ടുള്ള എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസാണ്. ഒന്നാമത് ഈ ഹദീസ് നബിയെ അവഹേളിക്കുന്നതാണ് എന്ന് ഈ ഹദീസ് പണ്ഡിതന്മാർക്ക് ആർക്കും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ ആർക്കും അത് തോന്നിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിനും നബിയുടെ വിശുദ്ധിക്കും ഒക്കെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് മുസ്തഫ വികാരം കൊണ്ടിട്ട് ഇത് എൻ്റെ ഗുരുവിൻ്റെ മഹത്വം കെടുത്തുന്നതാണ്, അദ്ദേഹത്തെ അവഹേളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിലെന്താ ബാധ്യത ഉള്ളത്? ഒരു പെണ്ണ് നബിൻ്റെ സദസ്സിൽ വന്നിട്ട് പറയാണ്, വഹബത്തു ലക മിൻ നഫ്സി, നബിയാണോ ഈ കുറ്റക്കാരൻ? ഇതൊരു കുറ്റകരമായ സംഗതിയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഇതിൽ കുറ്റക്കാരൻ? അപ്പോൾ എങ്ങനെയാണ് നബിയെ ഇതിൽ അവഹേളിക്കൽ വരിക? വേണമെങ്കിൽ ആ പെണ്ണിനെ നമുക്ക് അങ്ങനെ പറയാമെന്ന് നോക്കാം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കൽ എന്താണ് ഇതിലുള്ളതെന്നാണ് മനസ്സിലാവാത്തത്. രണ്ടാമത്തേത്, ഒരു സ്ത്രീ, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തത്തെ സമർപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹു നബിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറയുന്നുണ്ട്. ഒമ്രാത്തൻ മൂമിനത്തൻ ഇം വഹബത്ത് നഫ്സഹാലിൻ നബി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ചോദിച്ചത്, വഹബ എന്നുള്ളതിന് മുസ്തഫ ഈ ഹദീസിൽ പറഞ്ഞ അർത്ഥം ഖുർആനിലെ വഹബക്കും പറയുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അവിടെ മറ്റൊരു കാര്യവും കൂടി ഖുർആൻ പറയുന്നുണ്ട്, വഹബത്ത് ഒമ്രാത്തൻ മൂമിനത്തൻ വഹബത്ത് നഫ്സഹാലിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ശരീരത്തെ ദാനം നൽകിയ സ്ത്രീയെയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഖുർആൻ പറഞ്ഞെന്താണ്? ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീന, ഇത് മറ്റ് മുഅ്മിനുകൾക്കൊന്നും ഇത് അനുവാദമല്ല, താങ്കൾക്ക് മാത്രം അനുവദിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി പ്രത്യേകമായി അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഒരു സംഗതി ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേട്ടതിൻ്റെ ശേഷമായിരിക്കുമല്ലോ ഈ പെണ്ണ് നബിൻ്റെ അടുത്ത് വന്നിട്ട് വഹബത്തു ലക മിൻ നഫ്സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ അവിടെ നിന്ന് അകറ്റി നിർത്താതെ ആ സദസ്സിൽ വരാൻ സമ്മതിച്ചത്, ഇത് പറയാനൊക്കെ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ സ്വീകരിക്കണമോ വേണ്ടേ? അത് നബിയുടെ ഇഷ്ടമാണ്. ഇൻ അറാദൻ നബിയ്യു അൻ യസ്തൻകിഹഹ എന്ന് പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്. നബി അവളെ നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇവിടെ യസ്തൻകിഹഹ നിക്കാഹ് ചെയ്യുക എന്ന പ്രയോഗമാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. അപ്പോൾ ഈ പെണ്ണ് നബിൻ്റെ അടുത്ത് വന്നിട്ട് നബിയോട് പറയുന്നത്, റസൂലെ, ഞാൻ എന്നെ അങ്ങേക്ക് നൽകിയിട്ടുണ്ട്,
അങ്ങ് എന്നെ വിവാഹം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനോട്, അത് നബി എന്നില്ല, ഏതൊരു പുരുഷനോടായിരുന്നാലും ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിവാഹം ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ പുരുഷനെ അവഹേളിക്കലാവുക? വിശേഷിച്ചും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്, വിശ്വാസിനിയെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അതൊരു സ്ത്രീ ആവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ശാരീരിക ബന്ധം പോലും ആഗ്രഹിച്ചു പോകാന്നുള്ളത് അവരെ കുറ്റപ്പെടുത്തേണ്ട സംഗതിയൊന്നുമല്ല. കാരണം മനുഷ്യൻ ഇഷ്ടപ്പെടുന്നവരെയാണല്ലോ അവർ വിവാഹം ചെയ്യുക. അപ്പോൾ എന്നെ അങ്ങ് വിവാഹം ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്ന് പറയുന്നത്. അത് നബി അവരെ വിവാഹം ചെയ്യുകയാണെങ്കിൽ നബിക്ക് ആ സ്ത്രീയെ വിവാഹം ചെയ്യാമെന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞു. നറാദൻ നബിയ്യു അൻ യസ്തൻകിഹഹ ഇത് ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് മറ്റു വിശ്വാസികൾക്കൊന്നും ഇത് അനുവാദമില്ല, അങ്ങേക്ക് മാത്രം അനുവദിച്ചൊരു സംഗതിയാണ്. അതാണ് സാധാരണ വിശ്വാസികൾക്ക് 4-ൽ കൂടുതൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാണ് ചില ഉപാധികളുണ്ട്. ആ ഉപാധി അനുസരിച്ച് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 4 എന്ന പരിമിതി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വിവാഹമാണെങ്കിലും ചെയ്യാമെന്നുള്ളത് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത അനുവാദമാണ്. ആ അനുവാദം നബി നടപ്പ് വരുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെയാണ് അവഹേളിക്കലുള്ളത് എന്നത് വ്യക്തമാക്കേണ്ടത് മുസ്തഫയാണ്.